ബീച്ചിലേക്കാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര. ബീച്ചിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പോകുന്നത് തൃശ്ശൂർ വഴി മണ്ണുത്തി കയറി മണ്ണുത്തിൽ നിന്ന് പട്ടിക്കാടെത്തി പട്ടിക്കാട് നിന്ന് റൈറ്റ് തിരിഞ്ഞാണ് ബീച്ചിലേക്ക് പോകുന്നത്. അപ്പോൾ മണ്ണുത്തിയിൽ നിന്നുള്ള ഹൈവേയുടെ കാഴ്ചകളാണ്, മണ്ണുത്തി കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയിട്ടുള്ള ഹൈവേയുടെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. രണ്ട് സൈഡും നല്ല ഭംഗിയുള്ള ഹൈവേ ആണിത്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച ഹൈവേ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ വഴിയെ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് പ്രകൃതി ആസ്വദിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നല്ല സ്പീഡുണ്ട്. ഏകദേശം എറണാകുളം തൊട്ട് അതുപോലെ പാലക്കാട് വരെയുള്ള ദൂരം നമുക്ക് നല്ല രീതിയിൽ ആസ്വദിച്ച് മുന്നോട്ട് പോകാം. അതിൽ ആർക്കും ഒരു തർക്കം ഉണ്ടാവുകയില്ല. ഇന്ന് കേരളത്തിൽ നിലവിൽ ഏറ്റവും മികച്ച ഹൈവേ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തൃശ്ശൂർ കഴിയുമ്പോൾ, അതായത് അങ്കമാലി എത്തുന്നതിന് മുമ്പ് തുടങ്ങി പാലക്കാട് വരെ, പാലക്കാട് വടക്കുംചേരി വരെ രണ്ട് സൈഡ് ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളുള്ള വേറെ ഹൈവേ കേരളത്തിലുണ്ട് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് എവിടെയാണെന്ന് കമൻറ്റിൽ പറയാവുന്നതാണ്. എൻ്റെ അഭിപ്രായത്തിൽ മറ്റൊരു ഇത്രയും ഭംഗിയും അതുപോലെ ഇത്രയും സ്പീഡ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് വടക്കുംചേരി വരെ, അങ്കമാലി തൊട്ട് വടക്കുംചേരി വരെ അത്രയും അധികം സ്ലോ ആവാതെ വലിയ ട്രാഫിക്കൊന്നും ഇല്ലാതെ സമാധാനത്തിൽ നമുക്ക് ചെന്നെത്താൻ സാധിക്കും. ഈ മണ്ണുത്തി എന്ന് പറയുന്ന സ്ഥലം മിക്ക ആളുകൾക്കും പരിചയം ഉണ്ടാകും. നമ്മുടെ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ദേശീയപാത 544 ആ ഒരു ഭാഗത്താണ്, ആ 544 മണ്ണുത്തി ഉള്ളത്. അതുകൊണ്ടല്ല ആ സ്ഥലം പ്രസിദ്ധമാകുന്നത്. അതിന് കാരണം വെള്ളാനിക്കരയിലാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉള്ളത്. അതുപോലെ തന്നെ കേരള വെറ്റിനറി കോളേജ് മണ്ണുത്തി, കാർഷിക ഗവേഷണ കേന്ദ്രം, അങ്ങനെ നിരവധി സംഭവങ്ങൾ, അതുപോലെ ഡോൺ ബോസ്കോ ഹൈസ്കൂൾ, അങ്ങനെ നിരവധി സംഭവങ്ങളുള്ളൊരു സ്ഥലമാണ് മണ്ണുത്തി. അതുകൊണ്ട് മണ്ണുത്തി മിക്ക ആളുകൾക്കും നല്ല പോലെ പരിചയമുള്ള ഒരു സ്ഥലം തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ വളരെ ഭംഗിയുള്ളൊരു പ്രദേശം തന്നെയാണ് ഇത്. രണ്ട് സൈഡ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇടതൂർന്ന മരങ്ങൾ, അതുപോലെ തന്നെ മേഘം, അങ്ങനെ ആ ഒരു വ്യൂ തന്നെ കണ്ടില്ല. മുന്നിൽ മലനിരകൾ. ഇതുപോലൊരു ഹൈവേ കേരളത്തിൽ വേറെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാണിച്ചതാ, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. ഞാൻ എൻ്റെ ഒരു വെല്ലുവിളിയായിട്ട് നിങ്ങളെടുത്തു, ഇതുപോലൊരു ഹൈവേ, ഇത്രയും ഭംഗിയുള്ളൊരു ഹൈവേ കേരളത്തിൽ വേറെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു സ്ഥലമാണ് പട്ടിക്കാട്. തൃശ്ശൂരിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ, മണ്ണുത്തിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം 7-8 കിലോമീറ്റർ കാണും. പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ നിന്ന് 21 കിലോമീറ്റർ, പീച്ചി ഡാമിൽ നിന്ന് 7 കിലോമീറ്റർ, അത്രയും ദൂരത്തിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് പട്ടിക്കാട്. ഈ 4 സ്ഥലങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലം, ഒരു മിഡിലായിട്ടുള്ള ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞാണ്, ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ പീച്ചി ഡാമിലേക്ക് പോകുന്നത്. ഇതിപ്പോൾ കണ്ണാറ എത്തി, പീച്ചി എത്തുന്നതിന് മുമ്പുള്ള സ്ഥലമാണ്. ഇവിടെ അത്യാവശ്യം റോഡ് പണികളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണാൻ പോകുന്നതാണ് കണ്ണാറ പാലം. അവിടെ എന്തൊക്കെ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നുണ്ട്. മഴ പെയ്തതിൻ്റെ ഭാഗമായിട്ട് പീച്ചി ഡാം തുറന്നുവല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ ഈ പാലത്തിൽ കൂടെയൊക്കെ വെള്ളം കയറി എന്ന് പറഞ്ഞ ന്യൂസൊക്കെ കേട്ടിരുന്നു. ആ സമയത്ത് ഞാൻ വന്നിരുന്നില്ല ഇങ്ങടെ, അതാണ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്നാലും ഞാൻ കേട്ടത് വെച്ചിട്ട് ഇവിടെയൊക്കെ വെള്ളം കയറി എന്നാണ് അറിയാൻ സാധിച്ചത്. പീച്ചിയിൽ വെള്ളം കയറില്ല, പക്ഷേ ആ ഡാം തുറന്നതിൻ്റെ ഭാഗമായിട്ട് ഈ കണ്ണാറ ഭാഗത്ത് അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പീച്ചി ഡാം തുറന്നതുമായി ബന്ധപ്പെട്ട് ന്യൂസിൽ കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ. ഈ ഒരു റോഡ് അത്യാവശ്യത്തിന് ഭേദപ്പെട്ട റോഡായിരുന്നു. ഇപ്പം എന്ത് പറ്റിയെന്ന് അറിയില്ല. ആകെ എന്തൊക്കെയോ പോലെ മഴയൊക്കെ പെയ്തിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. അത്യാവശ്യം ഭേദപ്പെട്ട ഒരു റോഡായിരുന്നു ഈ പീച്ചി. ഇപ്പോൾ ഈ ഹൈവേക്ക് കയറിയിട്ട് ആ സമയത്തൊക്കെ പട്ടിക്കാട് പണി നടക്കുമായിരുന്നു. ആ ടൈമിലൊക്കെ ഈ റോഡൊക്കെ ബെസ്റ്റ് റോഡായിരുന്നു.
ഇപ്പം എന്ത് പറ്റിയെന്നറിയില്ല. ഇപ്പോഴും റോഡൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷെ ചില ഭാഗങ്ങളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ബീച്ച് യാത്രയിൽ ഏറ്റവും ബെസ്റ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ്. അത് നിങ്ങൾക്ക് പലർക്കും തോന്നിയിട്ടുണ്ടാവും. അതായത് ഈ രണ്ട് സൈഡും നല്ല രീതിയിൽ മരങ്ങൾ നിറഞ്ഞിട്ട് ഒരു പ്രത്യേക ഫീലാണ് ഈ വഴി പോകുന്നത്. ഒരു ഫോറസ്റ്റ് തന്നെയാണ്. ഈ വഴിയും കൂടി ഇങ്ങനെ ആകുമ്പോഴേ നമ്മളിപ്പോൾ അതിരപ്പള്ളിയൊക്കെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലില്ലേ, അത് ഈ ഒരു റോഡ് ഈ ഒരു ഭാഗത്ത് ബീച്ചിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടും. ഇവിടെ തന്നെയാണ് നമ്മുടെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂർ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. KFRI ഇവിടെ തന്നെയാണുള്ളത്. മുമ്പ് ഈ വഴി പോകുമ്പോഴേ ഒരു തട്ടുകടയൊക്കെ ഉണ്ടായിരുന്നു. തട്ടുകട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബജ്ജിക്കട എന്ന് പറയാം. പിന്നെ അവിടെ ബാക്കി ഭക്ഷണങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു. കൊള്ളി പൊട്ടി, ബീഫ് കൊള്ളി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ബജ്ജി കഴിക്കാൻ നല്ലൊരു ഫീലായിരുന്നു. ആ ബജ്ജിയുടെ ചമ്മന്തിയൊക്കെ പ്രത്യേക ഫീലായിരുന്നു. ഇന്ന് ഞാൻ പോയപ്പോൾ അവിടെ എനിക്ക് കാണാൻ കണ്ടില്ല. ഏകദേശം ഉച്ച നേരത്താണ് ഞാനിവിടെ എത്തിയത് കൊണ്ട് അവിടെ ബീച്ചിലുള്ളൊരു ഹോട്ടലിൽ ആദ്യം കയറി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അതൊരു ചൈനീസ് റെസ്റ്റോറൻറ്റ് എന്ന് പറയാവുന്ന തരത്തിലുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. കൂടുതൽ ചൈനീസ് ഐറ്റംസ് ആണ് ഞാനവിടെ കണ്ടത്. ഹോട്ടൽ പീച്ചി കാസ എന്ന് പറഞ്ഞ പേരുള്ളൊരു ഹോട്ടൽ. അത്യാവശ്യം ഭേദപ്പെട്ട ഫുഡായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഇപ്പോൾ കാണിക്കാം. ഈ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഒന്ന് നമ്മുടെ DJI Action 2 എന്ന് പറഞ്ഞ ആക്ഷൻ ക്യാമറയും, അതുപോലെ സാംസങ് ഗാലക്സി S23യിലും കൂടിയിട്ടാണ്, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രൈഡ് റൈസ് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കാർലിക് ചിക്കനും കുഴപ്പമില്ല, അത്ര മാരക ടേസ്റ്റ് ഒന്നല്ല, പക്ഷെ ഫ്രൈഡ് റൈസ് നന്നായിരുന്നു എന്ന് തന്നെ പറയാം. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഒരു സൂപ്പും കൂടി പറഞ്ഞിരുന്നു. അത് ഞാൻ ഷൂട്ട് ചെയ്തില്ല, അത് ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ അവിടെയുള്ള ഒരു ചേട്ടനോട് സംസാരിച്ച് ചെയ്യിപ്പിച്ചാണ്. അതും അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാക്കി തന്നു എനിക്ക്. ഇപ്പം ഈ നിങ്ങൾ ഈ കാണുന്നതൊക്കെ DJI Action 2ലാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് എന്താ പറയുക, നമ്മുടെ ചെസ്റ്റുമേ മൗണ്ട് ചെയ്യാം. ഒരു മാല പോലുള്ള സംഭവത്തുമേ മാഗ്നറ്റിക്കായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നമുക്കത് മൗണ്ട് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഇതിൻ്റെ ക്ലോസപ്പ് ഷോട്ട്സൊക്കെ എടുത്തിട്ടുള്ളത് S23 അൾട്രയിലാണ്. അതിപ്പോൾ ഞാൻ ഇതിൻ്റെ പിന്നാലെ ഈ വീഡിയോൻ്റെ പിന്നാലെ കാണിക്കാം. എന്തായാലും ഭക്ഷണമൊക്കെ ഞാൻ നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ചിട്ടാണ് കഴിച്ചത്. അതിൽ നിങ്ങൾക്കൊരു സംശയം വേണ്ട, ഹോട്ടലിൻ്റെ പേര് മറക്കണ്ട, പീച്ചി പാലസ്. ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ നമ്മുടെ സാംസങ് ഗാലക്സി S23 അൾട്രയിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അതിൻ്റെ ഒരു ക്ലോസപ്പ് ഷോട്ട്സ് ആണ് ഇതൊക്കെ കാണുന്നത്. നേരത്തെ ഈ ഹോട്ടലിൻ്റെ പേര് ഞാൻ തെറ്റിയാണ് കേട്ടോ പറഞ്ഞത്. നിങ്ങളുടെ അടുത്ത് മറക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. ഹോട്ടലിൻ്റെ പേര് പീച്ചി കാസ എന്നാണ് കേട്ടോ. കുറച്ചങ്ങോട്ട് പോയിട്ട് നമ്മുടെ ബീച്ചിലെത്തി. ഞാൻ പീച്ചി ഡാമിൻ്റെ പരിസരത്തെത്തി. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് എൻ്റെ ആയുധങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. പീച്ചി ഡാമിൻ്റെ എൻട്രൻസിലേക്കുള്ള ഒരു വഴിയാണ് കേട്ടത്. ഈ കാണുന്നതാണ് ഓഫീസ്. അവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കേണ്ടത്. ടിക്കറ്റിന് 20 രൂപയാണ്. ബൈക്ക് പാർക്ക് ചെയ്യാൻ 5 രൂപ, കാറാണെങ്കിൽ 10 രൂപ മറ്റോ ആണ്. ഞാനത് ശരിക്കും ശ്രദ്ധിച്ചില്ല. ബൈക്ക് പാർക്ക് ചെയ്യാൻ 5 രൂപയാണ് എന്തായാലും. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞാൻ പീച്ചി ഡാമിൻ്റെ എൻട്രൻസിലേക്ക് നടന്ന് നീങ്ങുകയാണ്. നമുക്ക് സൈഡിലായിട്ട് ഡാമിൻ്റെ ആ ഒരു സീനൊക്കെ കാണാം. നമുക്ക് ഇവിടെ നിന്നിട്ട് നമുക്ക് വാണിയമ്പാറയിലേക്ക് ആണ് ഈ വെള്ളം എൻ്റെ അറിവിൽ പോകുന്നത്. വാണിയമ്പാറയിലാണ് ഇതിൻ്റെ പീച്ചി ഡാമിൻ്റെ എൻഡ് വരുന്നതെന്ന് തോന്നുന്നു. ആ ഒരു ഭാഗത്തേക്കുള്ള വ്യൂ ഒക്കെ കാണാം. നമുക്കത് കാണാമെന്നല്ല ഞാൻ പറയുന്നത്, അവിടേക്കുള്ള ആ വഴി, ആ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഞാൻ ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് കാണിക്കുന്നത് കേട്ടോ. ഇതാണ് പീച്ചി ഡാമിലേക്ക്. അങ്ങനെ ഞാൻ കയറിയിട്ട് കുറച്ചങ്ങോട്ട് നടന്നു. അത് 2 സൈഡും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ള DJI Action 2ലാണ്. അതും വൈഡ് ആംഗിളിലാണ്. നമ്മൾ ഇതിൽ അൾട്രാ വൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് 2 സൈഡും നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല തിരക്കൊന്നും ആയിട്ടില്ല. സാധാരണ മഴക്കാലത്താണ് പീച്ചി ഡാം കാണാൻ ഏറ്റവും ബെസ്റ്റ്. മഴക്കാലത്താണ് ബീച്ച് ഡാം കാണാൻ വരുന്നവർക്ക് ഏറ്റവും നല്ല ഒരു സമയം എന്ന് പറയുന്നത് മഴക്കാലമാണ്. കാരണം ഡാമിൻ്റെ ഷട്ടറൊക്കെ തുറന്ന് നല്ല ഭംഗിയുള്ളൊരു സാഹചര്യത്തിലേക്ക് ബീച്ച് ഡാം എത്തും.
പീച്ച് ഡാമിൻ്റെ ഒരു പച്ചപ്പും ആ കാടുകളും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മലകൾ കാണുക അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഭംഗിയായിരിക്കും അത് കാണാൻ. അത് ആസ്വദിക്കുക തന്നെ വേണം. ആ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കുക തന്നെ വേണം. അങ്ങനെ കുറച്ച് ഷോട്ടുകൾ ഞാൻ ഫോണിൽ എടുത്തു കേട്ടോ, ഫോണിൽ പകർത്തി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെസ്റ്റിൽ മൗണ്ട് ചെയ്തിട്ടാണ് ആക്ഷൻ 2 വെച്ചിരുന്നത്. ഫോണിൽ ഞാൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ള കുറച്ച് ഡാമിൽ നിന്ന് നമ്മുടെ ഗാർഡനിലേക്കുള്ള വ്യൂവും അതുപോലെ തന്നെ അവിടെ ഒരു പാലം, അതുപോലെ ഡാമിൻ്റെ വ്യൂ, ഡാമിൽ ഷട്ടർ തുറന്നിട്ടുള്ള വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന ആ കാര്യങ്ങളൊക്കെ ഞാൻ ഫോണിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലും ഈ ഒരു ആക്ഷൻ 2 DJI ആക്ഷൻ 2 എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് S23 Ultra ഇപ്പം എനിക്ക് തോന്നുന്നത് ഭയങ്കര റേറ്റ് കുറഞ്ഞിട്ടാണ് S23 Ultra ഇപ്പോൾ വിൽക്കുന്നത്. ഇപ്പോൾ ഇറങ്ങിയ സമയത്ത് 1,20 ഉണ്ടായിരുന്ന ഫോൺ ഇപ്പോൾ 75,000 രൂപയ്ക്കൊക്കെ നമുക്ക് ആമസോണിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് ഇപ്പോൾ പുറത്തടക്കം നമ്മുടെ ഓഫ്ലൈൻ സ്റ്റോറുകളിലടക്കം ആ ഒരു റേഞ്ചിൽ കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊമോഷനൊന്നുമല്ല. ഈ ഒരു ഫോൺ അത്യാവശ്യത്തിന് ഈ ഒരു റേറ്റിന് അത്യാവശ്യത്തിന് നല്ല ക്യാമറ ക്ലാരിറ്റി തരുന്ന ഒരു ഫോണാണ് ഇപ്പോൾ. ഇപ്പോൾ ഇതൊക്കെ ഈ വീഡിയോ ഒക്കെ കാണുന്നത് ഈ ഒരു ഫോണിലാണ്. ഈ ഫോണിലെടുത്ത ഒരു ഷോട്ടുകളും കാര്യങ്ങളൊക്കെയാണിത്. ഇത് 10x സൂമിലാണ് എടുത്തിട്ടുള്ളത്. 4K 30 FPS ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലെ വീഡിയോകളൊക്കെ 4K 30 FPS. അതുപോലെ HDR ഓണാണെന്ന് തോന്നുന്നു. നല്ല കളറും നല്ല ഭംഗിയല്ലേ ഇതിങ്ങനെ തന്നെ കാണാനായിട്ട്. 0.66 ഇട്ടിട്ട് കാണാനായിട്ട് ഫോണിൽ പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. അതിൽ നമുക്ക് സംശയമൊന്നും വേണ്ട. ഈ ഫോൺ അത്യാവശ്യം ക്ലാരിറ്റിയിൽ ഈ ഒരു വിലയിൽ നല്ല ബെസ്റ്റ് സാധനമാണ്. ഐഫോണൊക്കെ എന്തിനാണെന്ന് നമുക്ക് തോന്നിപ്പോകും. ക്യാമറയുണ്ട്, സ്പെക്കൊക്കെ വേറെ ലെവലാണ് ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് കഷ്ടപ്പെട്ടിട്ട് ഐഫോണൊക്കെ വാങ്ങണേന്ന് തോന്നിപ്പോകും. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ശരിക്ക് ഫോൺ എടുക്കാനാണെങ്കിൽ ഈ ഒരു റേഞ്ചിലൊക്കെ നോക്കുകയാണെങ്കിൽ S23 Ultra. S24 Ultra പോലും ശരിക്കും എടുക്കണ്ട. അതൊക്കെ എനിക്കറിയില്ല ഇതിന് അത്ര ക്യാമറയ്ക്കൊക്കെ വലിയ വ്യത്യാസം വന്നിട്ടുണ്ടോ. നമ്മൾ ക്യാമറയാണ് പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ എഡിറ്റിംഗ് എക്സ്പീരിയൻസ് മൊബൈലിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നവരാണെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു ഫോൺ ബെസ്റ്റാണ്. S Pen ഉണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തായാലും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു ഫോൺ. ഇപ്പോൾ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ കുറച്ച് വേർഡുകളൊക്കെ ഇപ്പോൾ അങ്ങനെയുള്ള വേർഡുകളൊക്കെ കുറച്ച് ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. അത് എൻ്റെ സ്ഥിരം സ്വഭാവമാണ്. അതിപ്പോൾ ഏതൊക്കെ വേർഡുകൾ ഞാൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കമൻറ്റിൽ പറയാവുന്നതാണ് കേട്ടോ. ഇതാണ് ഇപ്പോൾ നമുക്ക് ഇത് ഫോണിലെടുത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇത് നമുക്ക് ഡാമിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. പിന്നെ ഈ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാണിയമ്പാറ, ഇത് ഫോറസ്റ്റാണിത് കാണുന്നതൊക്കെ. ഇതിൻ്റെ എൻ്റെ ഈ വാണിയമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പീച്ച് ഡാം അവസാനിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ശരിക്കും പാലരുവി ഒഴുകുന്ന പോലത്തെ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താ ഡാം തുറന്നിട്ടുള്ള ആ ഒരു അവസ്ഥ. സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഡാം തുറന്ന് ഈ ഡാം കാണാനുള്ള ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ പുറത്ത് ഈ ഡാമിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ, ഡാമിൽ വെള്ളം ഒഴുകി പോകുന്ന പ്രദേശങ്ങൾ, അത്യാവശ്യം വെള്ളം കയറി അവരൊക്കെ ഒരുപക്ഷെ ഈ ഡാമിൻ്റെ ഭംഗിയായിരിക്കില്ല, അവർക്ക് ബുദ്ധിമുട്ടുകളായിരിക്കും. വെള്ളം കയറി വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവുക. അതിപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളാരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയൊക്കെ മഴ പെയ്ത് 2018 പോലെ മഴ പെയ്ത് ഇത്രയും ദുരന്തങ്ങളൊക്കെ കേരളത്തിന് വീണ്ടും അനുഭവിക്കേണ്ടി വരുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. വെയിലൊക്കെ നല്ല രീതിയിൽ വന്നപ്പോൾ, വെയിലുണ്ടായിരുന്ന സമയത്ത് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചിരുന്നതാണ് മഴ പെയ്യാൻ വേണ്ടി. പക്ഷെ ആ പ്രാർത്ഥിച്ചതിൻ്റെ ഗുണം കൊണ്ടാണോ എന്നറിയില്ല, മഴ അങ്ങോട്ട് കൂടുതൽ കിട്ടിയ പോലെ. ഗുണമെന്നല്ല ഞാൻ പറയുന്നത്, ആ ഒരു പ്രാർത്ഥന എല്ലാവരും കൂടി ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ടാണോ എന്നറിയില്ല ഇതുപോലെ മഴയായി നമുക്ക് ഒരുപാട് ദുരന്തങ്ങൾ നേരിടേണ്ടി വന്നൊരവസ്ഥ. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ദുരന്തമടക്കം നേരിടേണ്ടി വന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. ഇനി നമുക്ക് കുറച്ച് പീച്ചി ഡാമിനെ കുറിച്ച് സംസാരിക്കാം കേട്ടോ. പീച്ചി ഡാമിൻ്റെ കാര്യങ്ങളും എന്തൊക്കെയാണ്, എപ്പോഴാണ് ഇത് നിർമ്മിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് സംസാരിക്കാം. 1958 പീച്ചി ഡാം സ്ഥാപിക്കുന്നത്. ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ തൃശ്ശൂർ നഗരത്തിന് ഏകദേശം 22 കിലോമീറ്റർ അകലെയാണ് പീച്ചി ഡാം സ്ഥിതി ചെയ്യുന്നത്.
ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ബൈക്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കാണിച്ചിരുന്ന പറഞ്ഞതാണ്, ഏകദേശം 22 കിലോമീറ്റർ ഉണ്ട്. മണ്ണുത്തിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 16-17 കിലോമീറ്ററൊക്കെ കാണുമായിരിക്കും. തൃശ്ശൂരിലെ ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങൾക്ക് ജലസേചന പദ്ധതി എന്ന നിലയിലാണ് അണക്കെട്ട് ആരംഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ തൃശ്ശൂരിലെ ജനങ്ങളുടെ കുടിവെള്ള ആവശ്യങ്ങൾക്ക് ഈ ഒരു ഡാം ഉപയോഗിച്ചിരുന്നു എന്നുള്ള സംഭവങ്ങളും നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ജലസേചന അണക്കെട്ടാണ്. തൃശ്ശൂർ നഗരത്തിലും പരിസരത്തുമുള്ള നെൽവയലുകളിലേക്കാണ് ഇതിൻ്റെ വെള്ളമൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവുക പ്രധാനമായി. മണാലി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ അണക്കെട്ടിന് 3200 ഹെക്ടർ വൃഷ്ടി പ്രദേശമുണ്ട്. ഞാൻ പണ്ട് സ്കൂൾ ടൂറൊക്കെ പീച്ചിയിലേക്ക് വന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കും പീച്ചിയിലൊക്കെ ആയിട്ട് നിരവധി ആളുകളുടെ സ്കൂൾ ടൂറിനായിട്ടും അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾക്കൊക്കെ, അതായത് പഠിപ്പിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ടിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ടൂറൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഒക്കെ പീച്ചി ഡാമിലേക്ക് വരും. അതുപോലെ ഒരുപാട് സഞ്ചാരികൾ വരുന്നൊരു ഡാമാണിത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രദേശത്ത് ഈ ഒരു ഏരിയ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഡാം പീച്ചി ഡാം തന്നെയാണ്. വാഴാനി ഡാം, അതുപോലെ ചിമ്മിനി ഡാം. ചിമ്മിനി ഡാമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിമ്മിനി ഡാമിൽ 2 സൈഡും കാട്ടിൽ കൂടിയുള്ളൊരു റോഡിൽ കൂടെയാണ് പോകുന്നതെങ്കിലും 2 സൈഡും കാടായതുകൊണ്ട് വന്യമൃഗങ്ങളൊക്കെ നമുക്ക് സൈറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. പക്ഷേ ഡാമുകളിൽ കുറച്ച് മികച്ച് നിൽക്കുന്ന ഡാം, കാണാനൊക്കെ ഭംഗിയും അതുപോലെ ഷട്ടറൊക്കെ തുറന്നു കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ളൊരു ഡാം പീച്ചി ഡാം തന്നെയാണ്. വാഴാനി ഡാം, പൂമല ഡാം, അങ്ങനെ ചെറിയ ചെറിയ ഡാമുകൾ വേറെ ഉണ്ടെങ്കിലും അതിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ഈ ഒരു പീച്ചി ഡാം തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. പീച്ചി ഡാമിൻ്റെ മുകളിൽ കൂടെ നടക്കുമ്പോൾ ഈ ഒരു പ്രദേശത്തേക്കാണ് എത്തുക. നടന്ന് നമ്മൾ നേരെ കയറി ചെല്ലുക ഇവിടേക്കാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ പോകാതെ ആദ്യം പോയത് 2 സൈഡും എന്താ പറയുക, കാടുകൾ എന്ന് തന്നെ പറയാം. കാടുകൾ നല്ല മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞിട്ടുള്ളൊരു വഴിയുണ്ട്. ആ വഴിയിലേക്കാണ് ഏറ്റവും ആദ്യം ഞാൻ നടന്നു നീങ്ങുന്നത്. ഇവിടെ എന്തോ എന്താ പറയുക, പണികൾക്ക് വേണ്ടിയിട്ടാണ് തോന്നുന്നത്, എന്തൊക്കെ പണികൾ നടത്താൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്, എന്തൊക്കെ കൂട്ടിയിട്ടുണ്ട്. എന്തായാലും നല്ല രീതിയിൽ തന്നെ ഈ ഡാമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ. നല്ല രീതിയിൽ ഞാൻ പറഞ്ഞത് കാണാൻ നല്ല വൃത്തിക്ക് നല്ല ചെടികളൊക്കെ ആവശ്യത്തിനുള്ള രീതിയിലൊക്കെ മുറിച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ 2 സൈഡും മരങ്ങൾ തിങ്ങി നിറഞ്ഞ വഴി എന്ന് പറയുന്നത്. നിറച്ച് ചെളി കേട്ടോ, താഴെ നിറച്ച് ചെളി, നല്ല രീതിയിൽ ചെളിയായിട്ടുണ്ട്. മഴയൊക്കെ പെയ്തിട്ട് ആകെ ചെളിയായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ വഴി നടക്കുമ്പോൾ നമുക്ക് മലയണ്ണാൻ, പേഴാമ്പൽ, അങ്ങനെ ചില വന്യജീവികളൊക്കെ കാണാൻ സാധിക്കാറുണ്ട്. ഇത്തവണ ഞാൻ പോയപ്പോൾ ഒന്നിനെയും അങ്ങനെ സൈറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഈ വഴി കുറച്ച് ദൂരം കഴിയുമ്പോൾ അവിടെ ക്ലോസ് ചെയ്യും നമുക്ക്. പിന്നെ അങ്ങോട്ട് ഫോറസ്റ്റാണ്, നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത ഒരു ഏരിയ ആണ്. ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ 2 സൈഡും കാടുകളായതുകൊണ്ട് ഭയങ്കര ഒറ്റപ്പെട്ട പോലെയാണ് തോന്നിയത്. പക്ഷെ അവിടെ ആളുകളുണ്ടായിരുന്നു കേട്ടോ, അവിടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വഴി നമുക്കത് അവരെ കാണുന്നതിന് മുമ്പ് ഭയങ്കര ഒറ്റപ്പെട്ട ഒരു ഫീലായിട്ടാണ് തോന്നിയത്. 2 സൈഡും കാടാണെന്ന്, ഒരു കാട്ടിലൂടെ ഒറ്റയ്ക്ക് നടക്കുകയാണെന്നുള്ളൊരു പേടി പോലെ തോന്നിയത്. മുമ്പൊക്കെ ഇവിടെ വന്നിരുന്നപ്പോൾ ആളുകളുണ്ടായിരുന്നു. ഇതിപ്പോൾ മഴ അങ്ങോട്ട് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. മഴ അങ്ങനെ കഴിഞ്ഞ് നിൽക്കുന്ന ദിവസമാണ് ഞാൻ പോയത്. അതുകൊണ്ടായിരിക്കണം അധികം ആളുകൾ, അധികം സഞ്ചാരികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ തിരിച്ച് നടന്നിട്ട് നമ്മൾ ഡാമിൻ്റെ താഴേക്ക്, കുറച്ച് താഴേക്ക്, ഏറ്റവും താഴേക്കല്ല, ഗാർഡനൊക്കെ ഉള്ള ഭാഗത്തേക്കല്ല, അതിൻ്റെ തൊട്ട് താഴേക്ക് എത്തിയിട്ട് ഡാമിൻ്റെ സൈഡ് വ്യൂ ഒക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഡാമിൻ്റെ സൈഡിലേക്ക് അങ്ങനെ നടന്നു. അവിടെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികം സഞ്ചാരികളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ആളുകളെ ഇവിടെ പീച്ചി ഡാമിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഷട്ടർ തുറന്നിട്ടും കാണാനായിട്ട് അധികം ആളുകളൊന്നും വന്നിട്ടില്ല, എന്നാലും ഉണ്ടായിരുന്നു. ഇതാണ് ഡാമിൻ്റെ സൈഡ് വ്യൂ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇങ്ങനെ വെള്ളം ഒഴുകുക. ഇത് പല രീതിയിലുള്ള സൂമിലാണ് വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കാം കേട്ടോ. ഇതിൻ്റെ തുടർന്ന് ഈ വീഡിയോ കഴിയുന്നതോടുകൂടി തുടർന്ന് ഇങ്ങനെ പല സൂമുകളിലാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. S23 അൾട്രയിലാണ് പ്രധാനമായിട്ടും ഇങ്ങനത്തെ വിഷ്വൽസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ DJI Action 2-ലാണ്, കുറച്ചും കൂടി വൈഡായിട്ടില്ലേ. മറ്റേത് ഞാൻ കാണിക്കാം, ഞാൻ നേരത്തെ കാണിക്കാം. ഇതിപ്പോൾ വൈഡായിട്ട് കാണുന്നത് നമ്മുടെ DJI Action 2-ലാണ് എടുത്തിട്ടുള്ളത്.
ഫുള്ളായിട്ട് കവർ ആവുന്നുണ്ട്. ഡാമിൻ്റെ ഫുള്ള് ലുക്ക്, ഫുൾ ഭംഗി നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഈ ഒരു കുഞ്ഞൻ ക്യാമറയിൽ നമുക്ക് കാണാൻ സാധിക്കും ഡാമിൻ്റെ മൊത്തം ഒരു വ്യൂ. എന്താ ഭംഗിയില്ലേ ഇങ്ങനെ കാണുമ്പോൾ. ഇത് DJI Action 2 തന്നെ ഒരു ടൈം ലാപ്സ് വീഡിയോ ആണ്. ഏകദേശം 11 സെക്കൻഡോളമുള്ളൊരു വീഡിയോ ആണിത്. ഡാമിൻ്റെ മൊത്തം വ്യൂ ഒക്കെ കാണാൻ സാധിക്കുന്നൊരു ടൈം ലാപ്സ് വീഡിയോ. 11 സെക്കൻഡോളം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് മാത്രം. ഇതെടുത്തിട്ടുള്ളത് S23 അൾട്രയിലാണ് ഈ ഒരു വീഡിയോ കാണുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും കളറുകൾ തന്നെ നല്ല വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാൻ മനസ്സിലാവും. ഇപ്പോൾ S23 അൾട്രയിൽ നമുക്ക് ഈ പുല്ലുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, ചെടികളൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടി ബ്രൈറ്റായിട്ട് തോന്നും. മറ്റേതിൽ ഇത്തിരി ഡാർക്കായിട്ട് തോന്നും. പക്ഷെ അതാണ് കുറച്ചും കൂടി ഭംഗിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അല്ല, രണ്ടും നല്ല ഭംഗിയുണ്ട്, രണ്ടിനും അതിൻ്റേതായ ഒരു ചന്തമൊക്കെ ഉണ്ട്. ഇത് S23 അൾട്രയിൽ വൈഡ് ആംഗിൾ ലെൻസിൽ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. 4K 60 FPS തന്നെയാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ 4K 60 അല്ലെങ്കിൽ 30. 4K 60 അല്ലെങ്കിൽ 30യിലാണ് ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ നേരെ മുകളിലേക്ക് കയറി. മുകളിലേക്ക് കയറുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു ഭാഗത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ആ ഭാഗം എന്ന് ഞാൻ ഉദ്ദേശിച്ച് അവിടെ ആളുകളൊക്കെ ഫോട്ടോ എടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറേ എഴുതിയൊക്കെ ഇട്ടിട്ടുള്ള ചുമരുകളൊക്കെ പണ്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഭാഗത്തേക്കാണ് ഞാൻ പിന്നെ നടന്ന് നീങ്ങിയത്. വലിയ സാഹിത്യപരമായിട്ടൊന്നും പറയില്ല, അങ്ങനെയാണ് ഞാൻ നടന്നത്. അങ്ങനെ നടന്ന് മുകളിലേക്ക് കയറി. കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ആ ഭാഗങ്ങളൊക്കെ കാണാനായിട്ട് നല്ലൊരു പ്രത്യേക ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പീച്ചി ഡാം നോക്കുന്ന ആളുകൾ നല്ല ഭംഗി, നല്ല വൃത്തിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നല്ല വൃത്തിയിൽ ചെടികളൊക്കെ വെട്ടി, പുല്ലൊക്കെ വെട്ടി, അത് സെറ്റാക്കി, അത് ഒതുക്കി അങ്ങനെ വെക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ പ്രധാന കാരണം എന്നൊക്കെ പറയുന്നത്. അതായത് ഇങ്ങനെ അത്രയും നല്ല രീതിയിലല്ല അവർ വെട്ടി ഒതുക്കി വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഈ രണ്ട് സൈഡും പുല്ലുകളൊക്കെ എന്തുമാത്രം വൃത്തിയിലാണ് വെട്ടി ഒതുക്കി, എന്തുമാത്രം അതിൻ്റെ ഒരു രസത്തിലാണ് എല്ലാ കാര്യങ്ങളും അവർ വൃത്തിയിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാണുന്നില്ലേ നിങ്ങൾ? നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, ഇങ്ങനെ ഒരു വ്യൂ കാണാനൊക്കെ ആയിട്ട്. അതിനുശേഷം ഞാൻ മുകളിലേക്ക് നടന്ന് കയറി. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നിറച്ച് തൂണുകളൊക്കെ ആയിട്ട് നല്ല കാണാൻ ഭംഗിയുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഈ നിറച്ച് തൂണുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിയിൽ ടൈലൊക്കെ ഇട്ട് ഒരു പ്രത്യേക ഒരു ബിൽഡിങ്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പോകാൻ തോന്നുന്നു. ഞാൻ പക്ഷെ മുകളിലേക്ക് കയറിയില്ല. എനിക്കത് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് കാരണം ഞാൻ അങ്ങനെ മുകളിലേക്ക് കയറാമെന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. കയറാമെന്ന് തോന്നുന്നു, അറിയില്ല. ആർക്കെങ്കിലും അറിയാവുന്ന ആരുണ്ടെങ്കിൽ അറിയാം. ഇതിൻ്റെ ബാക്ക് സൈഡാണ്. നമ്മൾ നേരത്തെ നടന്നില്ല, ആ ഒരു കാടിൻ്റെ ഭാഗമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ ഒരു സൈഡാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ച് നടന്നു. താഴോട്ട് ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ കുറച്ച് ആളുകളൊക്കെ കാണാൻ സാധിച്ചു. ഇങ്ങനെ പിച്ചി ഡാം കാണാൻ വന്നിട്ടുള്ള ആളുകൾ തന്നെയാണ്. കണ്ടോ എന്ത് ഭംഗിയില്ലേ, എന്തൊരു രസമല്ലേ നമുക്ക്. നമ്മുടെ പീച്ച് ഡാം നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് യാത്ര പോവും. പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ യാത്രകൾ ചെയ്യാനായിട്ട് തയ്യാറാവുകയും പോവുകയും ചെയ്യും. പക്ഷെ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിലെ ഭംഗി ആസ്വദിക്കാനോ അങ്ങനെയുള്ളൊരു കാര്യം നമ്മൾ ചെയ്യില്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സംസ്ഥാനമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതായത് പശ്ചിമഘട്ട മലനിരകളും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ്. നമ്മുടെ നാട്ടിലുള്ള ഇങ്ങനെയുള്ള ഡാമുകളും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാം. എല്ലാവരുടെ അടുത്തും ടൂറിൻ്റെ കാര്യം പറയുമ്പോൾ ആദ്യം പറയുക ഓൾ ഇന്ത്യ ട്രിപ്പ് പോകണം എന്നാണ്. പക്ഷേ ഓൾ ഇന്ത്യ ട്രിപ്പ് പോകേണ്ട ആളുകൾ ആദ്യം കേരളം കണ്ടിട്ടുണ്ടാവില്ല. എല്ലാവരല്ല ഞാൻ പറയുന്നത്, ചില ആളുകൾ ആദ്യം കേരളത്തിലേക്ക് ജീവിച്ചിട്ട് കേരളത്തിലെ പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും പോകാത്ത ആളുകളായിരിക്കും മിക്ക ആളുകളും. ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ട്രാവൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം സംസ്ഥാനത്ത് നമ്മുടെ സ്വന്തം സ്ഥലത്തുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അല്ലെങ്കിൽ കണ്ടിട്ട് മതി.
നമുക്ക് പോയാൽ മതി, ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് കടന്നാൽ മതി. ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ നേരെ താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കല്ല, താഴേക്ക് ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൂന്തോട്ടത്തിൻ്റെ ഭാഗമൊക്കെയുള്ള ആ ഒരു ഭാഗത്തേക്ക് ഉണ്ടല്ലോ. പിന്നെ ഡാമിൻ്റെ സൈഡ് വ്യൂ കുറച്ചും കൂടി രസത്തിൽ, അല്ലെങ്കിൽ ഡാമിൻ്റെ അടിയിൽ നിന്നുള്ളൊരു വ്യൂ കാണാൻ വേണ്ടിയിട്ട്, നമ്മൾ മുകളിൽ നിന്ന് അടിയിലേക്കുള്ളൊരു വ്യൂ ആണല്ലോ കണ്ടത്, അതിൻ്റെ അടിയിൽ നിന്നുള്ളൊരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് താഴോട്ട് ഞാൻ ഇറങ്ങിയിട്ടാണ്. അങ്ങനെ താഴോട്ട് ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് ആളുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന, അതായത് അറ്റ് എ ടൈം ഒരാൾക്ക് താഴേക്ക് ഇറങ്ങാം, മറ്റാൾക്ക് മുകളിലേക്ക് കയറാൻ സാധിക്കില്ല. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മാറി നിൽക്കേണ്ടി വരും. അത് ടൈറ്റ് അങ്ങനത്തെ ഒരു കോണിയാണ് കേട്ടോ, നല്ല ഇടുങ്ങിയൊരു കോണി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു തരത്തിലുള്ളൊരു കോണിയാണ് താഴേക്കുള്ളത്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടേക്ക് പയ്യെ ഇങ്ങനെ നടന്ന് നീങ്ങി, അങ്ങനെ അവിടെ കുറച്ച് താഴെ എത്തിയപ്പോൾ നമുക്ക് ഡാമിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ, നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്നല്ല കണ്ടത്. ഇനി ഇതിൻ്റെ ആ നേരത്തെ കണ്ട വീഡിയോൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതാണ് ആ ഒരു വ്യൂ വരുന്നത്. ഇതിലങ്ങോട്ട് നമുക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ എൻഡിൽ നിന്ന് ഡാമിൻ്റെ വ്യൂ നമുക്കൊന്ന് ആദ്യം കണ്ടിട്ട് നമുക്ക് ബാക്കി എന്താ പറയുക, ബാക്കിയുള്ള താഴെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇത് കണ്ടോ, ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു വൈബ് ഉണ്ട് കേട്ടോ. ഇത് ഓരോ ആംഗിളിൽ നിന്ന് നമ്മൾ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ സ്ഥലം കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീല് തന്നെയായിരിക്കും. ഓരോ ആംഗിളിൽ നിന്നും നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഡാമിൻ്റെ ലെഫ്റ്റ് സൈഡ്, ഡാമിൻ്റെ റൈറ്റ് സൈഡ്, അങ്ങനെ നമ്മൾ കാണുമ്പോൾ ഒരു പ്രത്യേക വൈബ് അതിനുണ്ടാവും. പ്രത്യേക വൈബ് എന്ന് പറഞ്ഞാൽ പ്രത്യേക വൈബ് ഉണ്ടാവും. ഇത് കുറച്ച് പൊക്കത്തിലായതുകൊണ്ട്, ഇടുങ്ങിയൊരു വഴി ആയതുകൊണ്ടും രണ്ട് സൈഡും അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ട്. ഇത് കാണാനൊരു പ്രത്യേക ഒരു വിൻറ്റേജ് ഫീലൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നടക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീല് ഈ ഒരു വഴി നടക്കുമ്പോൾ ഉണ്ടായിരുന്നു.